പെഹൽഗാം ആക്രമണത്തിൽ വിനോദസഞ്ചാരികളുടെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ അക്രമികൾ വെടിവെച്ചുകൊന്ന സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. വിനോദസഞ്ചാരികൾക്ക് നേരെ നീട്ടിയ അക്രമികളുടെ തോക്ക് പിടിച്ചുവാങ്ങിയതാണ് ആ 30 വയസ്സുകാരൻ ചെയ്ത കുറ്റം. കശ്മീരിലെത്തിയ CPIM പ്രതിനിധി സംഘം ആദിലിന്റെ പിതാവ് സയ്യിദ് ഹൈദർ ഷാ, ഉമ്മ ബേബി ജാൻ, ഭാര്യ ഗുൽനാസ് എന്നിവരെ നേരിട്ട് കണ്ടു. हमारे लिए भी ये फख्र है कि उसने हजारों लोगों की जान बचाई, लेकिन अपनी जान दे दी. ഭീകരവാദത്തെ എതിർത്തതിന്റെ പേരിലാണ് മകൻ രക്തസാക്ഷിയായത്. തന്റെ മകനെ പോലെ 1000 ആദിൽമാർ കശ്മീരിലുണ്ടെന്ന പിതാവിന്റെ വാക്കുകൾ കശ്മീരി ജനതയുടെ വർഗീയതയ്ക്കെതിരായ നിലപാടാണ്. എൻ്റെ മകൻ രക്തസാക്ഷിയായി, പക്ഷേ പഹൽഗാമിൽ ആയിരക്കണക്കിന് ആദിൽമാർ ഇപ്പോഴും ഉണ്ട് കാശ്മീരിൽ. അതുകൊണ്ട് എൻ്റെ മകൻ മരിച്ചെന്ന് വിചാരിച്ചിട്ട് आदिल नष्टപ്പെടുന്നില്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആദിൽമാർ हजारों आदिल लोग हैं कश्मीर में. ये बोला है हमसे जान देने के लिए भी तैयार. वो भी ये ഇനി ആയിരക്കണക്കിന് ആദിൽമാർ അവരും അവരുടെ ജീവൻ നൽകാൻ തയ്യാറായി നിൽക്കുകയാണ്. ये कश्मीरियत का मतलब तो ये है. आपका साथ हम सब है. आपका दुख हमारा दुख. ഹാപ്പത്ത് നഗറിലെ 6 പേരടങ്ങുന്ന കുടുംബത്തിന്റെ ഒരേയൊരു ആശ്രയമായിരുന്നു ആദിൽ. ഗുൽനാസുമായുള്ള വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി. ആദിലിന്റെ വേർപാട് ഭാര്യ ഗുൽനാസിലുണ്ടാക്കിയത് വലിയ ആഘാതം. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പോലും ഗുൽനാസ് തയ്യാറായിരുന്നില്ല. കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടെന്ന CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ആദിൽ ഉൾപ്പെട്ട കശ്മീരി ജനത ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയുടെ സന്ദേശത്തിനും CPIM പ്രതിനിധി സംഘം നന്ദി അറിയിച്ചു. സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.